വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകണം. കുടുംബാംഗങ്ങൾ ഈ വിധിയിൽ തൃപ്തരല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. ലേബി സജീന്ദ്രൻ, വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ. ലേബി സജീന്ദ്രൻ, വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ. ജീവപര്യന്തം വിധിക്കുമ്പോൾ അത് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്തരല്ല എന്നുള്ള മറുപടിയാണ് കുടുംബം ആദ്യമായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. തൃപ്തരല്ല, പാർട്ടിയുമായി ആലോചിച്ച് അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. എറണാകുളം DCC പ്രസിഡന്റും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് തൃപ്തികരമായ ഒരു ശിക്ഷയല്ല, അതിനെതിരെ അത് വധശിക്ഷ തന്നെയാണ്. 1 മുതൽ 8 പ്രതികൾക്കെതിരെയും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അത് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് തൃപ്തികരമല്ല എന്നുള്ള മറുപടി ഇവർ പറയുന്നു. കൊലപാതകത്തിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ജീവപര്യന്തം ശിക്ഷയും 2 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഇവർ അടയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ആരൊക്കെയാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. A. പീതാംബരനാണ് 1-ാം പ്രതി. പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ്. ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. സജി C. ജോർജ് 2-ാം പ്രതി. ഇരട്ട ജീവപര്യന്തം 2 ലക്ഷം രൂപ പിഴ. KM സുരേഷിനും ഇരട്ട ജീവപര്യന്തം 2 ലക്ഷം രൂപ പിഴ. K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, രഞ്ജിത്ത് T എന്നിവർക്കും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPIഎമ്മിന്റെ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠന് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. വിഷ്ണു സുര എന്ന A. സുരേന്ദ്രനും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ്. 15-ാം പ്രതിയാണ് വിഷ്ണു സുര. 20-ാമത്തെ പ്രതിയായ മുൻ MLA KV കുഞ്ഞിരാമൻ ഉദുമ മുൻ MLA ആണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് CPIഎമ്മിന്റെ. അദ്ദേഹത്തിന് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. പാക്കം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഭാസ്കരൻ വെളുത്തോളിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. കോടതി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ല എന്നതടക്കം കണക്കിലെടുത്തതുകൊണ്ടാണോ ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ എത്തിയത്? ശ്യാം ദേവരാജ്. ഇതിലേറ്റവും പ്രധാനം 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം, കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നു. ഒപ്പം 10-15 പ്രതികൾക്ക് കൂടി കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു ജീവപര്യന്തം എന്നത് ഇതിന്റെ ഗൂഢാലോചനയിലാണ്. 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കുമാണ് ഈ ഗൂഢാലോചനയിലും ജീവപര്യന്തം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ ആകെ 10 പ്രതികൾക്ക് 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നാണ് പ്രത്യേക CBI കോടതിയുടെ വിധിയും. മറ്റ് 4 CPM നേതാക്കളുണ്ട്. അത് K. മണികണ്ഠൻ 14-ാം പ്രതി, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA, ഒപ്പം 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവർ 5 വർഷം വീതം ശിക്ഷ അനുഭവിക്കണമെന്നതാണ് ഇവർക്കെതിരായ വിധിന്യായം, ശിക്ഷാവിധി. ഈ ആകെയുള്ള 10 പ്രതികൾ, ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ, ഓരോ കൊലപാതക കുറ്റത്തിന് 1 ലക്ഷം രൂപ വീതവും, ഒപ്പം ഈ ഗൂഢാലോചന കുറ്റത്തിന് 1 ലക്ഷം രൂപ വീതവും, അങ്ങനെ 2 ലക്ഷം രൂപ വീതം പിഴയടക്കണം. പിഴയടച്ചില്ലെങ്കിൽ അതിനു കൂടി അധികമായി 3 മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന കാര്യവും കൂടിയാണ് ഈ വിചാരണ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുന്നത്. കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ കൊലപാതകത്തിൽ, ഇരട്ട കൊലപാതകത്തിലാണ് കഴിഞ്ഞ 4 വർഷം തുടരൂ നമുക്ക്